പെൻഷൻ എപ്പോൾ എത്തും എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നോക്കാം. ക്ഷേമ പെൻഷൻ 3,200 വരും എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്ഷേമ പെൻഷൻ പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. ഒരു മാസത്തെ തുക മാത്രമാണ് എത്തിച്ചേരുള്ളൂ. 1,600 രൂപ മാത്രം. അതായത് നാളെ മുതൽ വിതരണം ആരംഭിക്കും. ക്രിസ്മസിന് മുമ്പായിട്ട് നമ്മുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും എത്തിച്ചേരും തുക. തിങ്കളാഴ്ച ഫുള്ളായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ വിതരണം പൂർത്തിയാകും. പിന്നെ ചൊവ്വാഴ്ച ബുധനാഴ്ച ആയിരിക്കും വീടുകളിൽ തുക എത്തിച്ചേരുക. എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അതിന് അധികം കാലതാമസമില്ല. 1-2 ദിവസത്തിൽ വിതരണം തുടങ്ങി 25-ാം തീയതിക്ക് മുമ്പാകെ തന്നെ വിതരണം പൂർത്തിയാകും. ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം വമ്പൻ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ആദ്യ ഗഡു 1,600 രൂപ മാത്രമാണ് എത്തിച്ചേരുക. പുതിയ അറിയിപ്പ് സൂചന വരുന്നുണ്ട്. ജനുവരി 1 ഒരു മാസത്തെ തുകയോടെ പുതുവത്സരങ്ങളൊക്കെ അനുബന്ധിച്ച് 1 മാസത്തെ തുകയോടെ വിതരണം ആരംഭിക്കും എന്ന് അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. അതും സർക്കാർ വിത്തത്തിൽ നിന്നാണ് വരുന്നത്. ഇനി വലിയ മാറ്റങ്ങളുണ്ടാവും എന്നറിയില്ല. എന്തായാലും 1 മാസത്തെ തുക എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ മുമ്പ് പറഞ്ഞ പോലെ അല്ല വിതരണം നടക്കുന്നത്. അതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ട്. 2 മാസത്തെ ഗഡുവല്ല, 1 മാസത്തെ ഗഡു തന്നെയാണ് ഡിസംബറിൽ വിതരണം ചെയ്യുന്നത്. ഇനി മുതൽ പെൻഷന്റെ കാര്യത്തിൽ കർശന നടപടികളും പരിശോധനകളും ഉണ്ടാവും എന്ന് പൊതുജനം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ തന്നെ പല ആളുകൾക്കും ക്ഷേമ പെൻഷൻ നൽകുന്നത് ഇല്ല എന്ന റിപ്പോർട്ടിലൊക്കെ എത്തി. അപ്പം ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ഏക നിർദ്ദേശം നൽകുന്ന ഒരു വാർത്തയാണ്. ക്ഷേമ പെൻഷൻ 3,200 അല്ല, 1,600 മാത്രമാണ് ഈ മാസം വരുള്ളൂ. പിന്നെ ന്യൂ ഇയറോടൊക്കെ അനുബന്ധിച്ച് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ സന്തോഷം. അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഫുള്ളായി കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യുക. വേറെ ആളൊന്നും ഇല്ല പറയിക്കാൻ. കാരണം ഞാൻ തന്നെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കൺട്രോൾ ചെയ്യുന്നത്. ആർക്കെങ്കിലും മനസ്സിലാവണമെന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ പരമാവധി ക്ലിയറാക്കി പറയാൻ ശ്രമിക്കാം. എനിക്ക് ഇച്ചിരി വർത്തമാനം പറയുമ്പോൾ ഇച്ചിരി പോരായ്മകളൊക്കെ ഉണ്ട്. അതെനിക്ക് തന്നെ അറിയാം. കാരണം ഫോണിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനും നിങ്ങളെപ്പോലൊരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാളാണ്. പിന്നെ ശരി കാരണമാണ്. ദയവ് ചെയ്ത് എല്ലാവരും ക്ഷമിച്ച് വീഡിയോ ഫുള്ളായി കാണുക.